ഹായ് മച്ചാമരെ, ഏവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു ബോട്ട് നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഈ രണ്ട് കുപ്പികൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒരു ആകൃതിയിൽ നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ വരുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇവിടെയും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇതാ ഇങ്ങനെ സൈഡിലെ ഇത്രയും ഹൈറ്റിൽ കട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രണ്ട് ഇവിടെ കവർ ചെയ്യാനായിട്ട് പുതിയൊരു നമ്മൾക്ക് ഈ ഒരു ആകൃതിയിൽ കട്ട് ചെയ്യണം. അത് നമുക്ക് കട്ട് ചെയ്തിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഫ്രണ്ടിൽ വെക്കാനുള്ളതും കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഇത് വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് സെറ്റ് ചെയ്തിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കേണ്ട ഒരു ഇതുണ്ട്. നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ബാക്ക് ഭാഗം ഇവിടെ ഈ ബാക്കിലായിട്ട് നമുക്ക് ഇതും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ സൈഡെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു. ഏകദേശം ഒരു ബോട്ടിൻ്റെ ആ ഒരു രൂപം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സീറ്റ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഓരോ സീറ്റുകൾ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ സൈഡിലൊന്ന് കവർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് നമ്മൾ ഇങ്ങനെ ഒട്ടിക്കുക. ഞാൻ 4 ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ 4 സീറ്റ് റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മളിതിവിടെ ഒട്ടിക്കുന്ന ഇതാണ്. നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ നമ്മുടെ 4ാമത്തെ സീറ്റിങ്ങിൻ്റെ ഇത് ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. 4 സീറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്.
അങ്ങനെ നമ്മുടെ 4ാമത്തെ സീറ്റും റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിത് വെള്ളത്ത് പൊന്തി കിടക്കാനായിട്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക് കുപ്പികളാണ് ഉപയോഗിക്കുന്നത്. ഫ്രണ്ടിൽ അടപ്പോട് കൂടിയിട്ടുള്ള കുപ്പി തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കിയൊരു ഹാൻഡ് ഫാൻ ആയിരുന്നു. സോ അതിൻ്റെ തന്നെ സെയിം ഐറ്റം എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നു. ഇതിവിടെ നമ്മൾ പശ വെച്ചൊട്ടിക്കുക. ഈ ബാക്ക് വശത്തായിട്ട് നമ്മൾ പശ വെച്ചൊട്ടിക്കാൻ പോകണം. അപ്പോൾ ഗൈസ് നമ്മളിത് ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അത് ഈ ഹാൻഡ് ഫാന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു, ഒരു ഹാൻഡ് ഫാൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ വീഡിയോ കാണാത്ത ആളുകൾ തീർച്ചയായിട്ടും കാണുക. ഗൈസ് അപ്പോൾ നമ്മുടെ ഫുൾ ബോട്ട് റെഡി ആയിരിക്കുകയാണ്. അടിയിൽ 2 കുപ്പി കൊടുത്തിട്ടുണ്ട്, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഗൈസ് ഇതൊന്ന് ഓണാക്കി നോക്കാം. നമുക്ക് വെള്ളത്തിലിറക്കിയിട്ട് ഒന്നാണ് ഓണാക്കി നോക്കാം. ഇതിന് ശരിക്കും കറങ്ങാനുള്ള സ്ഥലമില്ല, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് പോകേണ്ടതാണ്. പക്ഷെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കറങ്ങണം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ സൈഡിലൊരു ബെല്ലൈക്കൺ വരുന്നുണ്ട്. ആ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ആ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും.